ഇന്ന് കൂട്ടാൻ വെക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് ഓമയ്ക്ക ഉണ്ടല്ലോ എന്നൊന്ന് മരത്തുമ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഓമയ്ക്ക നിൽക്കണ്. എന്നാൽ നമുക്ക് ആ ഓമയ്ക്ക ഒന്ന് പൊട്ടിച്ചിട്ട് നല്ല അടിപൊളി ഒരു ഇറച്ചി കൂട്ടാൻ പോലത്തെ ഒരു കൂട്ടാൻ വെക്കാം. നമുക്ക് ആദ്യം ഓമയ്ക്കനെ അങ്ങ് പൊട്ടിക്കാട്ടോ. അതാ മക്കളെ, നമ്മൾ പൊട്ടിച്ചുകൊണ്ടുവന്ന ഓമയ്ക്ക ഒന്ന് നമുക്ക് മുറിച്ചിട്ട് തോലൊക്കെ ചെത്തിയെടുക്കാം. കണ്ടില്ലേ, നല്ല മൂക്കാത്ത ഓമയ്ക്ക കേട്ടോ. തോലൊക്കെ നമുക്ക് ചെത്തിയെടുക്കാം ആദ്യം. മക്കളെ, ഞാനതിൽ 3 കഷ്ണം ഓമയ്ക്ക തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇച്ചിരി വലിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ മക്കളെ, ഈ ഒരു വലിപ്പത്തിൽ വേണം ഇത് മുറിച്ചെടുക്കാൻ കേട്ടോ. മക്കളെ, നമ്മൾ ഉരുളക്കിഴങ്ങ് കൂട്ടാണ്ടാക്കുമ്പോൾ മുറിക്കുമല്ലോ, ആ വലിപ്പത്തിൽ വേണം മുറിച്ചെടുക്കാൻ കേട്ടോ. ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെക്കുന്നത്. നമുക്ക് കത്തിക്കാം. കത്തിച്ച് നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഇതിന് ബെസ്റ്റ് കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഓമയ്ക്ക ഇതിലിട്ടൊന്ന് വറുത്തെടുക്കണം. വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ മക്കളെ, ഒന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഓമയ്ക്ക ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ കളറൊന്നും മാറിയിട്ടുമില്ല കേട്ടോ. നമുക്കിനി ഇത് മതി, നമുക്കിനി കോരിയെടുക്കാം. ഈ പരുവത്തിൽ വേണം ഒന്ന് വറുത്തെടുക്കാൻ. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് 1/2 കപ്പ് തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്ത് ഒരു ചെറിയ ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. മക്കളെ, തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ തേങ്ങ ഒരു ചെറിയ കളറായിട്ടുണ്ട്. ഈ കളറിൽ നമുക്ക് കോരി ഇങ്ങോട്ട് എടുക്കാം. മക്കളെ, നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ എണ്ണയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 8 വെളുത്തുള്ളിയും ഇതിലിട്ട് ഇതേപോലെ തന്നെ വാട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് വഴണ്ട് ഇത് കണ്ടില്ലേ, പച്ചമണമൊക്കെ മാറി വന്നിട്ട് ഇനി നമുക്ക് ഈ തേങ്ങയിൽ തന്നെ ഇത് കോരിയെടുക്കാം. ഇതവിടെ ഇരുന്നിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്കൊരു 12 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാതും കൂട്ടിയിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഈ ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവും. വലിയ ഉള്ളി വെച്ചാൽ ചെറിയ ഉള്ളിയുടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളി വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1/2 ടീസ്പൂണ് പെരുംജീരകം കൂടി ചേർത്തി കൊടുക്കാം. ഇനി നമുക്കിതിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇനി ഇവിടെ ഇരിക്കട്ടെ മക്കളെ. ഇപ്പം നമ്മുടെ ഉള്ളി കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറിൽ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ നല്ല കളറും ഉണ്ടാവും, നല്ല എരിവും കുറവുണ്ടാവുക. ഇനി നമുക്കൊരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മക്കളെ, ഈ മസാലകൾ ഇടുമ്പോൾ തീ നല്ല കുറച്ച് വേണം വെക്കാൻ കേട്ടോ.
അല്ലെങ്കിൽ മസാലകൾ കരിഞ്ഞു പോകുക. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ഇളക്കി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഈ മൺപാത്രം ആയതുകൊണ്ട് വേഗം മസാലകൾ കരിഞ്ഞു പോകും. നമ്മുടെ സാധാ ചട്ടികളൊക്കെ ആണെങ്കിൽ തീ കുറച്ചാൽ വേഗം ചട്ടി ചൂടാവും. ഇത് തീ കുറച്ചാലും പെട്ടെന്ന് ചട്ടി ചൂടാവില്ല, അത്രയ്ക്ക് ചൂടായിരിക്കും മൺപാത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് തീ കെടുത്തിയിട്ട് പൊടികൾ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം മസാലയുള്ള പച്ചമണമൊക്കെ മാറിയാൽ ഈ സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി മസാലയും ഒക്കെ പാടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച ഓമയ്ക്കയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും പാടെ ഒന്ന് നന്നായിട്ട് നമുക്ക് മസാലയുടെ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് കളറായി വരട്ടെ. ഈ സമയത്ത് നമുക്കിതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നോക്കി ഇടണം കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ, മസാലയും നമ്മളെ ഓമയ്ക്കയും എല്ലാവരും പാടെ. ഇപ്പം നമ്മുടെ ഓമയ്ക്കയും മസാലയും പാടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിൽ മിക്സാക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓമയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. തീ ഒരു മീഡിയം ലെവലിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. മൂടി വെക്കാം. അതിന് മക്കളെ നമ്മളെ കറി വെച്ചിട്ടൊരു 8-9 മിനിറ്റ് ആയിട്ടുണ്ട്. തിളച്ച് വരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കുറുകിയ കറിയാണിത്, അല്ലാതെ ഒഴിച്ച് കഴിക്കണ കറിയല്ല, കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കിര മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ കിര മസാല ഇട്ടപ്പോൾ എന്താ മണം! ഇത് ദൂരം നോക്കുമ്പോൾ കഴിക്കാത്തവർ ഇതിൻ്റെ മണം നോക്കുമ്പോൾ ശരിക്കും ചിക്കൻ കറിയെന്നേ പറയുള്ളൂ കേട്ടോ. നമ്മൾ ഗരം മസാല ലാസ്റ്റ് ഇറക്കാൻ നേരത്താണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ചിക്കൻ മസാല ഇട്ടാലും ഗരം മസാല ഇട്ടാലും ലാസ്റ്റ് ഇറക്കാൻ നേരത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു ചട്ടിയിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ നമുക്ക് ഇച്ചിരി ഒരു 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയുടെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വാട്ടിയെടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഉള്ളിയൊക്കെ ഗോൾഡൻ കളറായി നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി കൊണ്ട് കറി ഒന്ന് തൂമിച്ച് ഒഴിച്ചാലല്ലേ മക്കളെ നമ്മുടെ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റും കൂടും, ഒന്നുകൂടി മണമും വരും കേട്ടോ. ഇതിനെ അങ്ങോട്ട് നമുക്ക് മൂടി വെക്കാം. കണ്ടില്ലേ മക്കളെ, നമ്മുടെ കറി നല്ല കുറുകിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴും കാണുമ്പോഴും ഇത് ഓമയ്ക്ക കറി എന്ന് പറയേയില്ല. എന്നാൽ നിങ്ങൾ ആരോടും ഓമയ്ക്ക കറിയാണെന്ന് പറയാതിരുന്നാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഓമയ്ക്ക കൊണ്ട് ഇറച്ചിക്കറി പോലത്തെ കറി ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഈ ഓമയ്ക്ക എല്ലായിടത്തും കിട്ടണതല്ലേ, വളപ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മുളച്ച് കായ്ച്ച് കിടക്കുന്നുണ്ടാവും. ഒരെണ്ണം പൊട്ടിക്കുക, ഇതേപോലെ ഉണ്ടാക്കുക, കറിയൊന്നും ഇല്ലാത്തപ്പോൾ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.